കനത്ത മഴയിൽ വയനാട് പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂർ വയനാട് ചുരത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. PB ജോഷില ചേരുകയാണ്. ജോഷില, വിവരങ്ങൾ. അസിത, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കനത്ത മഴയെ തുടർന്ന് പാൽച്ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായിരിക്കുന്നത്. പാൽച്ചുരം ഇടിയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. പാൽച്ചുരത്തിന്റെ മുകളിലുള്ള കുന്നിടിഞ്ഞുകൊണ്ട് റോഡിലേക്ക് മണ്ണ് വീണ് ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത് നീക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിൽ 18 ക്യാമ്പുകൾ തുറന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 693 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. വൈത്തിരി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി താലൂക്കുകൾ ആരംഭിച്ച 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 693 പേരെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. 197 കുടുംബങ്ങളിൽ നിന്നായി 235 പുരുഷന്മാരെയും 278 സ്ത്രീകളെയും, ഇതിൽ 5 പേർ ഗർഭിണികളാണ്. 180 കുട്ടികളെയും 41 വയോജനങ്ങളെയും 5 ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ജില്ലയിൽ ലഭിച്ച ശക്തമായ മഴയിൽ വൈത്തിരി താലൂക്കിൽ 8 ക്യാമ്പും സുൽത്താൻ ബത്തേരി താലൂക്കിൽ 8 ക്യാമ്പും മാനന്തവാടി താലൂക്കിൽ 2 ക്യാമ്പുകളുമാണ് ആരംഭിച്ചിരിക്കുന്നത്. കാവുമന്ദം, വെങ്ങപ്പള്ളി, പടിഞ്ഞാറത്തറ, കോട്ടത്തറ, മുട്ടിൽ, കോട്ടപ്പടി, മൂപ്പനാട്, തൃക്കൈപ്പറ്റ, ചീരാൾ, പൂത്തടി, നെന്മേനി, നൂൽപ്പുഴ, പുൽപ്പള്ളി, പനമരം, മാനന്തവാടി പരിധികളിൽ താമസിക്കുന്നവരാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതേസമയം തന്നെ പുന്നപ്പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ട് എന്നുള്ളതാണ്. താഴെ ചൂരൽമലയിലുള്ളവരെ ഒക്കെ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പങ്കുവയ്ക്കുകയാണ്. കോളിയാടി AUP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് 20 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 29 പുരുഷന്മാരും 36 സ്ത്രീകളുമാണ് ഇവരിലുള്ളത്. എന്തായാലും വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു ദുരന്തം മുന്നിലുള്ളത് കൊണ്ട് വളരെ ആസൂത്രിതമായി തന്നെയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും സുസജ്ജമാണ് വയനാട് എന്ന് വേണം പറയാൻ. ശരി.